രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു. അതിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കും. വിവരങ്ങളുമായി അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നടപടികൾ തുടങ്ങിയിരിക്കുകയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തൊക്കെ കാര്യങ്ങളിലാണ് തീരുമാനമായിട്ടുള്ളത്? എപ്പോഴീ നടപടികൾ പൂർത്തിയാക്കും? കൃഷ്ണ, രാജ്യവ്യാപകമായി SIR അതിന്റെ നടപടികൾ തുടങ്ങിയെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വന്നതാണ്. ഇതിപ്പോൾ ഔദ്യോഗികമായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമായി അറിയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിന്റെ ഒരു പിന്നിലുള്ള, അതായത് ഈ കഴിഞ്ഞ മാസം സുപ്രീം കോടതിയിൽ ഒരു BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ ഒരു സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം ഇങ്ങനെയായിരുന്നു: ഈ ബീഹാറിന് പിന്നാലെ കൃത്യമായ ഇടവേളകളിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണം എന്നായിരുന്നു അതിന്റെ ആവശ്യം, ആ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യത്തിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരുന്നു. ആ നോട്ടീസിന് ഒരു മറുപടിയായിട്ട് കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇടവേളകളിൽ ഇങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ സാധിക്കില്ല. പക്ഷേ ജൂലൈ മാസം മുതൽ തന്നെ ഇതിന്റെ നടപടികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഇതിന്റെ വേണ്ട നടപടികൾ തുടങ്ങാനായിട്ടുള്ള ഒരു കത്ത് നൽകിയിരുന്നു. 7/5/2025 ആ ഡേറ്റിലിട്ട ഒരു കത്താണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളൊരു വിവരം കൂടി ഈ സത്യവാങ്മൂലത്തിൽ അറിയിക്കുന്നുണ്ട്. ഇതിനായിട്ടുള്ള നിർദ്ദേശം സംസ്ഥാന CEOമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി. അതിനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, 2026 ജനുവരി 1 അത് യോഗ്യത അടിസ്ഥാനത്തിലാക്കിയായിരിക്കും SIR നടപ്പിലാക്കുക. സെപ്റ്റംബർ മാസത്തോടെ തന്നെ ഇതിന്റെ പ്രാഥമിക നടപടികളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് സംസ്ഥാനത്തെ ഇലക്ടറൽ ഓഫീസർമാർ കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിൽ നടന്ന യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഒക്ടോബറോട് കൂടി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന്റെ നടപടികൾ തുടങ്ങാൻ കഴിയുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ തന്നെ ഈ 5 സംസ്ഥാനങ്ങളിൽ വരുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തുടങ്ങണമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും അതിങ്ങനെ വേണ്ട, എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ച്, ബീഹാർ ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് അതിന്റെ നടപടികൾ തുടങ്ങാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ അതിന്റെ സൂചനകളായിരുന്നു പുറത്തു വന്നത്, ഇതിന്റെ നടപടികൾ തുടങ്ങിയ മറ്റു കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയെ തന്നെ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ് രാജ്യവ്യാപകമായി തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന്. അജീഷ്, ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ, അതിൽ രാജ്യവ്യാപകമായുണ്ടായ പ്രതിഷേധങ്ങൾ, അതിനൊക്കെ ശേഷം വരുന്ന ഈ വോട്ടർ പട്ടിക പരിഷ്കരണം, അപ്പോൾ ഈ പരിഷ്കരണത്തിന്റെ സമയത്ത് ഇനി മറ്റു തരത്തിലുള്ള ആരോപണങ്ങളോ ഒന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള ചില മുൻകരുതലുകളൊക്കെ എടുക്കുമായിരിക്കുമല്ലോ. ഒപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഡൽഹിയിൽ ഈ നിർണായകമായിട്ടുള്ള ഒരു യോഗം ഈ സംസ്ഥാനത്തെ CEOമാരുമായിട്ടും ഒപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നടന്നത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും CEOമാർ ഇതിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും എന്തൊക്കെ പ്രാരംഭ നടപടികളാണ് ഇനി ചെയ്തു തീർക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സംസ്ഥാനത്തെ CEOമാരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാഞ്ഞത്. അപ്പോൾ പ്രാരംഭ നടപടികൾ വേഗത്തിൽ തന്നെ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു വിവരമാണ് നൽകിയത്. മാത്രമല്ല, നേരത്തെ തന്നെ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആധാർ കൂടി ഒരു രേഖയായി സമർപ്പിക്കാൻ, അത് സ്വീകരിക്കാൻ കഴിയും എന്നുള്ള വിവരം കൂടി സംസ്ഥാനത്തെ ഓഫീസർമാരോട് അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് ഇനിയിപ്പോൾ ഒരു എന്യൂമറേഷൻ ഫോം ഇനി വോട്ടർമാരുടെ കയ്യിൽ നിന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങേണ്ടതുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കടമ്പ. അതിനുശേഷം ആയിരിക്കും ഈ ഒരു മാസത്തിന് ഉള്ളിൽ തന്നെ ഈ എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷം അതിന്റെ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള സമയം നൽകും. അതിനുശേഷം ആയിരിക്കും അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുക. അത് ഏതാണ്ട് ഈ ഒക്ടോബറിന് ശേഷം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അതിന്റെ നടപടികളൊക്കെ തന്നെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പക്ഷേ നിലവിൽ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉള്ളതുകൊണ്ട് ഒരു നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ തന്നെ പറയുന്നു. പക്ഷേ ഈ രീതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഏത് രീതിയിൽ എതിർക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയ്ക്കും വ്യക്തമായിട്ടില്ല. ഇന്ത്യ സഖ്യത്തിൽ പോലും അത്തരത്തിൽ ഇതിനെതിരെ എങ്ങനെ ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു ധാരണയായിട്ടില്ല. നിലവിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയം, ഒപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, ഇതിനൊക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും ഈ നടപടികളുമായി ഒരു ഭാഗത്ത് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ബീഹാറിൽ ഏതാണ്ട് അന്തിമഘട്ടത്തിലൂടെ അടുക്കുകയാണ്. ഇനി ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങും. ഇപ്പോൾ തന്നെ ഏതാണ്ട് 2.5 ലക്ഷത്തോളം പരാതികൾ, ഏതാണ്ട് 70 ലക്ഷത്തോളം വോട്ടർമാരെ ഒഴിവാക്കിയ കരട് പട്ടികയിൽ നിന്ന് 2.5 ലക്ഷത്തോളം പരാതികൾ മാത്രമാണ് ഇതുവരെയ്ക്കും കിട്ടിയിട്ടുള്ളത്.
നൽകിയിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളും വളരെ തുച്ഛമായിട്ടുള്ള പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സൈഡിൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം മുന്നോട്ട് പോകുന്നു, ഒരു ഭാഗത്ത് രാജ്യമെമ്പാടും വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നു. ഈ ആദ്യഘട്ടത്തിൽ 5 സംസ്ഥാനങ്ങളായിരുന്നു അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലായിരുന്നു നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് വേണ്ട, രാജ്യമൊട്ടാകെ ഒരുമിച്ച് നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിന്റെ നടപടികൾ തുടങ്ങിയെന്ന് സുപ്രീം കോടതിയെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ BJP നേതാവിന്റെ ഒരു ഹർജിയിലെ കൊടുത്ത മറുപടിയാണ് മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മാത്രമല്ല ഈ ഇടവേളയിൽ കൃത്യമായ ഇടവേളകളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണമെന്ന ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി തന്നെ തള്ളിയിരിക്കുകയാണ്. അത് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. എന്തായാലും രാജ്യമൊട്ടാകെ ഒരുമിച്ച് നടത്താമെന്നുള്ളൊരു തീരുമാനം, ഇടവേളകളിൽ നടത്തുന്ന വലിയ സാമ്പത്തിക ചെലവുണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് രാജ്യമെമ്പാകെ ഒറ്റയ്ക്ക് ഒരുമിച്ച് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ നടപടികൾ തുടങ്ങിയതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന. ഓക്കെ, രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഒരുങ്ങുകയാണ്. ഇക്കാര്യം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമായി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ, ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.